ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. ശക്തമായ ജാഗ്രത തുടർന്ന് സൈന്യം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷാ പരിശോധന ശക്തമായി തുടരും. അതിർത്തി സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിപ സ്ഥിരീകരിച്ച മലപ്പുറത്ത് കർശന പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ്. സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇത്തവണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിലവിൽ ഡ്രോൺ, ഷെല്ല് ആക്രമണങ്ങളോ വെടിവയ്പോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനെ തുടർന്ന് സൈന്യം കനത്ത ജാഗ്രതയിലാണ്. വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഉച്ചകഴിഞ്ഞ് 3:35 പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയുമായി സംസാരിച്ചിരുന്നു. ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്താൻ ധാരണയായി. നാളെ DGMO തലത്തിൽ വീണ്ടും ചർച്ച നടക്കാനിരിക്കെയാണ് വെടിനിർത്തൽ ലംഘനമുണ്ടായത്. ലംഘനങ്ങളെ ഗൌരവത്തോടെ കാണുന്നതായും സ്ഥിതി ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, 3 സേനകളുടെയും മേധാവികൾ, സംയുക്ത സൈനിക മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി. ജാഗ്രത പുലർത്താനും അതിർത്തിയിൽ വെടിവയ്പ് ഉണ്ടാകുന്ന പക്ഷം സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കാനും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെന്ന വ്യാജേന നിരവധി ഗെയിമിംഗ് വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. അത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാജ്യരക്ഷാമന്ത്രിയുടെ ഓഫീസ് സിവിൽ തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള വാട്സാപ്പ് സന്ദേശവും വ്യാജമാണെന്ന് PIB പറഞ്ഞു. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ ഒഴികെയുള്ളവയിൽ സിവിൽ ഡിഫൻസ്, എയർ റെയ്ഡ്, സൈറൺ ശബ്ദം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. സൈറൺ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വ്യോമാക്രമണ സൈറണുകളോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കുറയ്ക്കുമെന്നും യഥാർത്ഥ വ്യോമാക്രമണ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി തുടരുന്നതായും എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാന സമയങ്ങളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും വിമാന സമയം സംബന്ധിച്ച് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളവും യാത്രികർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷ ശക്തമാക്കി. റെയിൽവേ സ്റ്റേഷനുകൾ, പ്ലാറ്റ്ഫോമുകൾ, ട്രെയിനുകൾ, സ്റ്റേഷൻ യാർഡുകൾ എന്നിവിടങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ വ്യക്തികളെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകളോ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കണമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. പഞ്ചാബ് കേന്ദ്ര സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം ആവശ്യപ്പെട്ട് സർവകലാശാല വൈസ് ചാൻസലർക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും മന്ത്രി R ബിന്ദു കത്തയച്ചു. വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു. കേരള ഹൌസ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ കേന്ദ്രവുമായി വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു. നോർക്കയുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അയവ് വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ പുനരാരംഭിച്ചു. എന്റെ കേരളം പ്രദർശനവും അവലോകന യോഗങ്ങളും മറ്റന്നാൾ മുതൽ നിശ്ചയിച്ച പ്രകാരം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലാതല യോഗം മറ്റന്നാൾ രാവിലെ ചെറുവണ്ണൂരിൽ നടക്കും.
എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെ ഭാഗമായി ഇന്ന് രാത്രി 7-ന് ഗായിക സിതാര കൃഷ്ണകുമാറും സംഘവും കോഴിക്കോട് ബീച്ചിൽ സംഗീത പരിപാടിയുമായി എത്തും. ഇന്ന് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. 1998-ൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചതിലൂടെ രാഷ്ട്രവികസനത്തിൽ സംഭാവന നൽകുന്ന ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും സാങ്കേതിക വിദഗ്ധരെയും ഇന്ത്യ അഭിവാദ്യം ചെയ്യുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. 170 തീർത്ഥാടകരുമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ജിദ്ദയിലെത്തി. ഇന്ന് രാത്രി 7:30-നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഹജ്ജ് യാത്രികരുമായി പുറപ്പെടുന്നുണ്ട്. 4800-ലേറെ തീർത്ഥാടകരാണ് കണ്ണൂരിൽ നിന്ന് ഇത്തവണ ഹജ്ജ് യാത്ര നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 82 സ്ത്രീകളും 88 പുരുഷന്മാരുമായി രാവിലെ 4 മണിയോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് രാത്രി 7:30-നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഹജ്ജ് യാത്രികരുമായി ജിദ്ദയിലേക്ക് പുറപ്പെടുന്നുണ്ട്. 4800-ലേറെ തീർത്ഥാടകരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. കോഴിക്കോട് വിമാനത്താവളം വഴി ബുക്ക് ചെയ്ത 500ഓളം പേരും ഇതിൽ ഉൾപ്പെടും. ഈ മാസം 29 വരെ 28 സർവീസുകളാണ് ഹജ്ജ് യാത്രികർക്കായി എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഇന്നലെയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് തീർത്ഥാടന യാത്രയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായത്. കരിപ്പൂരിൽ നിന്നായിരുന്നു ആദ്യ വിമാനം. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ നടപടിയുടെ ഭാഗമായുള്ള പനി സർവേ പുരോഗമിക്കുന്നു. അതേസമയം നിപ്പ ബാധിച്ച വളാഞ്ചേരി സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 5 പേരും ചികിത്സയിലാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ ആരംഭിക്കാനൊരുങ്ങി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നാളെ എറണാകുളം കാക്കനാട് നിർവഹിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സാമൂഹ്യ സുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി മാനസിക പിന്തുണ നൽകാനും പ്രതിസന്ധികളിൽ പിന്തുണ ഉറപ്പാക്കാനുമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തന സജ്ജമാകുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് രാവിലെയാണ് ചടങ്ങ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC ഭാരവാഹികൾ, മുൻ KPCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനർ അടൂർ പ്രകാശ് MPയും നാളെ ചുമതലയേൽക്കും. സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തെരഞ്ഞെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ 17% വരെ വിലക്കുറവിൽ സ്കൂൾ മാർക്കറ്റുകളിൽ ലഭ്യമാകും. ഇടുക്കി ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം നാളെ. ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. വൈകുന്നേരം 5 മണിയോടെ ദർശനം പൂർത്തിയാക്കി മടങ്ങണം. നാളെ കരടിക്കവല മുതൽ മംഗളാദേവി വരെയുള്ള സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ആംബുലൻസ് സൗകര്യത്തോടുകൂടിയ 4 മെഡിക്കൽ സംഘങ്ങളെ ആരോഗ്യവകുപ്പ് വിന്യസിച്ചു. മദ്യനിരോധന മേഖലയായതിനാൽ എക്സൈസ് വകുപ്പിന്റെ പരിശോധനയും ശക്തമാക്കി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണം കാണാതായത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു. ലോക്കർ പൊളിച്ചിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവുമായി സംഭവത്തിന് ബന്ധമില്ലെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് കാണാതായത്. പഴയ സ്വർണ്ണത്തകിട് മാറ്റി പുതിയത് പൊതിയുന്ന ജോലികൾ നടക്കുന്നതിനിടയിലാണ് സ്വർണ്ണദണ്ഡുകളിലൊന്ന് കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ആകാശവാണി നിലയത്തിന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന സംഘടിപ്പിച്ചു. പ്രശസ്ത സംഗീതജ്ഞർ പരിപാടിയിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണി കേരള നിലയങ്ങൾ സംയുക്തമായാണ് സ്വാതി കൃതികളുടെ സംഗീതാർച്ചന തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്.
കോട്ടയ്ക്കകം ലവി ഹാളിൽ രാവിലെ 8:30 ആരംഭിച്ച സംഗീതാർച്ചന 12:30 അവസാനിച്ചു. സംഗീതാർച്ചന ആകാശവാണി കേരള നിലയങ്ങൾ തത്സമയം പ്രക്ഷേപണം ചെയ്തിരുന്നു. അഖിൽ കെ കുമാറിന്റെ നാഗസ്വര കച്ചേരിയോടെ ആരംഭിച്ച സംഗീതാർച്ചനയിൽ അർജുൻ ബി കൃഷ്ണ, രമാരാമയ്യ എന്നിവർ സംഗീത കച്ചേരിയും, വി സൗന്ദരരാജൻ വീണ കച്ചേരിയും, KR ശ്യാമ സ്വാതിഭജനും അവതരിപ്പിച്ചു. സംഗീതാർച്ചനയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുതിർന്ന സംഗീതജ്ഞരായ ഡോക്ടർ K ഓമനക്കുട്ടി, കുമാരകേരളവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി എന്നിവരെ ആദരിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തുമെന്ന് BCCI ഉപാധ്യക്ഷൻ രാജീവ് ശുക്ല. വെള്ളിയാഴ്ചയാണ് IPL നിർത്തിവെക്കാൻ BCCI തീരുമാനിച്ചത്. 2 ലീഗ് മത്സരങ്ങൾ, 4 പ്ലേ ഓഫ് മത്സരങ്ങൾ എന്നിവ ടൂർണമെന്റിന്റെ ഈ വർഷത്തെ പതിപ്പിൽ ഇനിയും ബാക്കിയുണ്ട്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 37 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി സ്മൃതി മന്ദാന സെഞ്ചുറി നേടി. ബീഹാറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്രയുടെ കുതിപ്പ് തുടരുന്നു. 27 സ്വർണമടക്കം 74 മെഡലുകളാണ് മഹാരാഷ്ട്ര ഇതുവരെ നേടിയത്. പട്ടികയിൽ രണ്ടാമതുള്ള കർണാടകയ്ക്ക് 14 സ്വർണം മാത്രമാണുള്ളത്. ഈ മാസം 15 വരെയാണ് കായികമേള നടക്കുക. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ കേരള പോലീസും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയും ഇന്ന് ഏറ്റുമുട്ടും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. IM വിജയൻ, CV പാപ്പച്ചൻ, KT ചാക്കോ തുടങ്ങിയവർ ഫൈനൽ ദിനത്തിൽ വിശിഷ്ടാതിഥികളായി എത്തും. സംസ്ഥാനത്ത് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് ഈ മാസം 27-ന് മൺസൂൺ തീരം തൊടുമെന്നാണ് സൂചന. ഇത്തവണത്തെ മൺസൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. സഞ്ചാരികളെ ആകർഷിച്ച് ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഗുൽമോഹർ എന്ന ചുവന്ന വാഗമരങ്ങൾ പൂവിട്ടു. മൂന്നാർ വാഗവരെ എസ്റ്റേറ്റിലും ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപം ചട്ടമൂന്നാർ ഭാഗത്തുമുള്ള തേയിലത്തോട്ടങ്ങളിൽ ചുവന്ന പൂക്കളോടുകൂടിയ വാഗമരങ്ങൾ വ്യാപകമായി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. നോക്കത്ത ദൂരത്തോളം വിസ്തൃതിയേറിയ തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പിന് നടുവിൽ കടും ചുവപ്പ് നിറത്തിൽ പൂത്തുനിൽക്കുന്ന വാഗമരങ്ങൾ സഞ്ചാരികൾക്ക് കാഴ്ചവസന്തമൊരുക്കുകയാണ്. സംസ്ഥാന പാതയോരത്തുൾപ്പെടെ ചുവന്ന വാഗ പൂത്തുനിൽക്കുന്നതിനാൽ ഇത് കാണാനും ചിത്രങ്ങൾ എടുക്കാനുമായി സഞ്ചാരികളുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. തേയിലച്ചെടികളെ കാറ്റിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുവളർത്തിയ മരങ്ങളാണിവ. കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വാഗമരങ്ങൾ പൂവണിയുന്നത്. അലങ്കാരത്തിനും തണലിനുമായി വളർത്താറുള്ള വാഗപ്പൂമരത്തിന്റെ സ്വദേശം മഡഗാസ്കറാണ്. ഡെലോണിക്സ് റീജിയ എന്നാണ് അലസിപ്പൂമരം എന്നുകൂടി അറിയപ്പെടുന്ന വാഗപ്പൂമരത്തിന്റെ ശാസ്ത്രനാമം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,045 രൂപയും പവന് 72,360 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി കൊന്നത്തടിയിൽ വീടിന് തീപിടിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ 4 കുടുംബം മരിച്ച സംഭവത്തിൽ പരിശോധനകൾ തുടരുന്നു. ഇന്നലെ വൈകിട്ടാണ് വീട് കത്തി നശിച്ചതായി നാട്ടുകാർ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനാകൂ എന്ന് പോലീസ് അറിയിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ പിതാവ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ PK വിശ്വനാഥ പണിക്കർ കോഴിക്കോട് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. 1965, 1971 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാത്രി 7-ന് മാന്നാരി ശ്മശാനത്തിൽ നടക്കും. പത്തനംതിട്ട കോന്നിയിൽ ഷോക്കേറ്റ കാട്ടാന ചരിഞ്ഞു. കോന്നി കുളത്തുമൺ ക്ഷേത്രത്തിന് സമീപം കൃഷിസ്ഥലത്തിനു സമീപം സ്ഥാപിച്ചിരുന്ന വേലിയിൽ നിന്നാണ് ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ള കൊമ്പനാനയ്ക്ക് ഷോക്കേറ്റത്. സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. ശക്തമായ ജാഗ്രത തുടർന്ന് സൈന്യം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷാ പരിശോധന ശക്തമായി തുടരും. അതിർത്തി സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് കർശന പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ്. സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.